എല്ലാവർക്കും ഫാക്ട് ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെൻഷൻ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്കാണോ അതോ പഴയതുപോലെ വീട്ടിലെത്തിക്കുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സർക്കാർ തീരുമാനവും ഇപ്പോഴത്തെ പുതിയ പ്രഖ്യാപനവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വിശദമായി പറയാം. ആദ്യം ഓഗസ്റ്റ് 6 പുറത്തുവന്ന പ്രധാന തീരുമാനം സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തിക്കുന്ന രീതി ഒഴിവാക്കി ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഡയറക്റ്റായി പെൻഷൻ എത്തിക്കും എന്നായിരുന്നു. പൂർണ്ണമായും കിടപ്പിലായ രോഗികൾക്കും ഒഴിവാക്കാനാകാത്ത ചില ഗുണഭോക്താക്കൾക്കും നേരിട്ട് പെൻഷൻ നൽകുന്ന സംവിധാനം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുതൽ പെൻഷൻ വീട്ടിലെത്തില്ലെന്നും ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക ലഭിക്കുമെന്നായിരുന്നു പുറത്തുവന്ന പ്രധാന വിവരം. എന്നാൽ ഇപ്പോൾ ഇതിനൊരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 18 നടത്തിയ പ്രഖ്യാപനത്തിൽ ഈ മാസത്തെ പെൻഷൻ സഹകരണ സംഘങ്ങൾ വഴി ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. അതായത് ഇപ്പോഴത്തെ പ്രഖ്യാപനം അനുസരിച്ച് ഈ മാസത്തെ പെൻഷൻ വിതരണത്തിൽ വീട്ടിലെത്തിക്കുന്ന സംവിധാനം തുടരും. ഇതോടൊപ്പം ഈ മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിതരണം ഇന്ന്, അതായത് ബുധനാഴ്ച തുടങ്ങും എന്നും ക്ഷേമനിധി ബോർഡ് പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിതരണം ചെയ്യുന്നതിനായി സർക്കാർ ആകെ 1081 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഈ വിവരം നിങ്ങളുടെ പെൻഷൻ വാങ്ങുന്ന കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുമല്ലോ. അതേപോലെ ഇത്തരം പ്രധാനപ്പെട്ട സർക്കാർ അപ്ഡേറ്റുകൾ കൃത്യമായി